എടപ്പാൾ കാലടിയിൽ നവവരനെതിരെ പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ നിർത്തിയിട്ട 3 ബൈക്കുകൾ തീയിട്ട് നശിപ്പിച്ചു. യുവതിയെയും മാമനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതി. പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാനാണ് വധുവിൻ്റെ വീടിന് അരികിൽ നിർത്തിയിട്ട 3 ബൈക്കുകൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി 12:20 നവവരൻ തീയിട്ടതായാണ് പരാതി. പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ കാടഞ്ചേരി വടിപ്പറമ്പിൽ ഹരിതയുടെ വീട്ടിലാണ് സംഭവം. നിർത്തിയിട്ട 3 ബൈക്കുകളും കത്തി നശിച്ചു. സമീപത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ഭാഗികമായും കത്തിയിട്ടുണ്ട്. വീടിൻ്റെ ജനലയിലും തീ പടർന്നിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഹരിതയുടെ ഭർത്താവ് ബിനീഷാണ് തീയിട്ടതെന്നാണ് ആരോപണം. പെങ്ങളുടെ മോളെ കല്യാണം വെച്ച് പയ്യാണ്. അവനായിട്ട് ഡൈവേഴ്സിൻ്റെ വക്കിൽ കേസൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇനി അന്ന് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മൾ വടിവാളൊക്കെ ആയിട്ട് വന്നിട്ട്, വടിവാളെന്നറിയില്ല, പുറത്ത് വാളൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് രാത്രി ആകുമ്പോൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പോയത്. അങ്ങനെ അത് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്താന്ന് രാത്രി തന്നെ 1 മണിയാകുമ്പോൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് 12:20 ആകുമ്പോൾ വന്നിട്ട് ഈ പണി ചെയ്തു പോയത്. അപ്പോൾ വണ്ടി ഷട്ടാക്കി പോകുന്നത് ഞങ്ങൾ കാണും ചെയ്തു. ഒൻപത് മാസം മുൻപാണ് വടക്കേക്കാട് സ്വദേശിയായ പന്തേൽ ബിനീഷും കാലടി വരടിപ്പറമ്പിൽ നാരായണന്റെ മകൾ ഹരിതയും വിവാഹിതരായത്. സ്ത്രീധന പ്രശ്നം ആരോപിച്ച് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഗാർഹിക പീഡന പരാതിയിൽ ബിനീഷിനെതിരെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. വിദേശത്തായിരുന്ന ബിനീഷ് നാട്ടിലെത്തിയ ശേഷം ജനുവരി 28 രാത്രി ഹരിതയുടെ വീട്ടിലെത്തി ഹരിതയെയും ബസ് ജീവനക്കാരനായ അമ്മാവൻ ദീവേഷിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിൽ ബിനീഷിനോട് ഇന്ന് 11 മണിക്ക് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. NCV ന്യൂസ് എടപ്പാൾ.